ഞാൻ ഡോക്ടർ MP മണി, ഒരു പഴയകാല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനാണ്. നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ ഏറെക്കുറെ അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മുന്നിൽ നിൽക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പാണ്. അതിൻ്റെ തിരക്കിലാണ് അവരെല്ലാവരും. അപ്പം ഇവരെല്ലാവരും തിരഞ്ഞെടുപ്പായാലും അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞായാലും അധികാരത്തിലിരിക്കുമ്പോഴായാലും ഏറ്റവും പ്രധാനമായി അവരുടെ പ്രസംഗങ്ങളിൽ പറയാറുള്ളൊരു വാക്ക് വികസനം എന്നുള്ളതാണ്. വികസനം എന്താണെന്ന് നമ്മളാരും ചോദിക്കാറില്ല, ഇവരാരും പറയാറില്ല. വികസനം വികസനം എന്ന് എല്ലാവരും പറയും. പിന്നെ അവർ ചൂണ്ടിക്കാണിക്കും കുറേ കെട്ടിടങ്ങൾ, പാലങ്ങൾ, പാർക്കുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, തടയണകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷേ ഒരു ചികിത്സാ തൊഴിലാളി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, വികസനത്തിൻ്റെ കാര്യങ്ങൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ മേഖലയിലാണ്. കാരണം ഒരു കാലത്ത് ഈ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം വളരെ ഉയർന്ന നിലയിലായിരുന്നു. അതാണ് ആ കാലത്ത് ലോകാരോഗ്യ സംഘടന വരെ ഇത് ചർച്ച ചെയ്യുകയുണ്ടായി, കേരള മോഡൽ ആരോഗ്യം എന്ന് പറഞ്ഞിട്ട്. അതിന് കാരണം ഈ വികസിത രാജ്യങ്ങളിലുള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളോ മുന്നേറ്റങ്ങളോ സാങ്കേതിക വിദ്യകളോ ഒന്നുമില്ലാതിരുന്നിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരത്തോട് കിടപിടിക്കുന്നതായിരുന്നു, തുല്യതയുണ്ടായിരുന്നു. അതാണ് അങ്ങനെ സംസാരിക്കാൻ കാരണം. അതൊരു വലിയ കാര്യമാണ്, ലോകാരോഗ്യ സംഘടന വരെ ഇത് ചർച്ച ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ട കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ലോകാരോഗ്യ സംഘടന ഒരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു, AD 2000 എല്ലാവർക്കും ആരോഗ്യം. ഇപ്പം 2026 പക്ഷേ എല്ലാവർക്കും ആരോഗ്യം പോയിട്ട് എല്ലാവർക്കും അനാരോഗ്യം എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്, കേരളത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച്. അത് നമ്മുടെ ഭരണാധികാരികൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് ഈ വികസനം എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം വായിച്ചൊരു വികസനം ജപ്പാനിൽ നടന്നതാണ്. അവിടെ കടൽ ജലവും നദീജലവും, കടൽ ജലം ഉപ്പുവെള്ളമാണ്, നദീജലം ഉപ്പില്ലാത്ത വെള്ളമാണ്. ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് ഒരു പുതിയ സാങ്കേതിക വിദ്യയിലൂടെ മുഴുവൻ സമയം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിന് കൽക്കരി വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, കാറ്റ് വേണ്ട, ഒന്നും വേണ്ട, ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ്. അതാണ് വികസനം. കുറേ പാലങ്ങൾ, കെട്ടിടങ്ങൾ ഉണ്ടാക്കലോ അതിന് കോടികൾ പ്രഖ്യാപനങ്ങളോ കോടികൾ ചിലവാക്കലോ അല്ല. ചൈനയിൽ മനുഷ്യരക്തം കൃത്രിമമായി നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. വേറൊന്ന് വന്നത് ആരോഗ്യ മേഖലയിൽ. അപ്പോൾ നമുക്ക് ഇതൊന്നും വലിയ വിഷയമല്ല കേരളത്തിൽ. എൻ്റെ ഒരു അനുഭവം, ഞാൻ 2001 ആസ്മയ്ക്ക് കാരണം അലർജിയല്ല, ഇത് വളരെ ലളിതമായ ചികിത്സയിലൂടെ മാറും എന്നൊരു പുതിയ സിദ്ധാന്തം MG യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ചതാണ്. അത് എങ്ങനെയൊക്കെ അട്ടിമറിക്കാം എന്നുള്ള കാര്യത്തിലാണ് ഇവിടുത്തെ ആയുർവേദ ലോബി ഗവേഷണം നടത്തിയത്. അവരാ വിജയിച്ചത്. അവർ വിജയിച്ചു. ഇത് തകർത്ത് തരിപ്പണമാക്കി അവർ കൈ തന്നു. അതാണ് കേരളം. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ അവരൊന്ന് ചിരിക്കും, അത്ര തന്നെ. അതിന് ഞങ്ങളെന്ത് ചെയ്യാനാ? ചിലർ ചോദിക്കുന്ന, ഈ പല രാഷ്ട്രീയ നേതാക്കളെ എന്നോട് ചോദിച്ചതിന് ഞങ്ങളെന്ത് ചെയ്യാനാ? അതാണ് കേരളം. അപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട, വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ മരുന്നുകൾ ചിലവാകുന്നത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ സങ്കീർണതകൾ അനുഭവിക്കുന്നത് കേരളത്തിലാണ്. ഇത് വളരെ ഗൗരവപൂർവ്വം കാണേണ്ടിയിരിക്കുന്നു. പ്രമേഹത്തിൻ്റെ കാര്യമാണ് അതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ഒരുപക്ഷേ അധികം താമസിയാതെ ലോകത്തെ ഏറ്റവും പ്രമേഹ രോഗികളുള്ള സ്ഥലം കേരളമായി മാറുമോ എന്നാണ് ഇപ്പം ആശങ്കപ്പെടുന്നത്. അതുപോലെ പ്രമേഹ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുക. പ്രമേഹ ചികിത്സയിൽ നിലവിലുള്ള, അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ രോഗനിർണയത്തിലും ചികിത്സയിലും നിലവിലുള്ള സിദ്ധാന്തങ്ങളെല്ലാം തിരുത്തി കുറിച്ചിരിക്കുന്നു. പ്രമേഹ രോഗികൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുകയോ കുത്തിവയ്ക്കുകയോ വേണമെന്ന ശാസ്ത്രം, അല്ലെ വിശ്വാസം, ഈ പുതിയ സിദ്ധാന്തത്തിന് മുമ്പിൽ വഴിമാറിയിരിക്കുന്നു. ഇത് അച്ചടിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തില്ല.
അപ്പോൾ ഞാനിപ്പോഴും അന്ന് പ്രസിദ്ധീകരിച്ച ആ സംഭവം മേശപ്പുറത്ത് വെച്ചിരിക്കുക. പ്രമേഹ രോഗികൾ ആരെങ്കിലും വന്നാൽ അതെടുത്ത് വായിച്ചു നോക്കാൻ പറയും ആദ്യം. വളരെ എളുപ്പം മാറാവുന്ന രോഗമാണിപ്പോൾ പ്രമേഹം. അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം. കേരളത്തിൽ ഭീകരമാണ് അവരുടെ സംഖ്യ. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നവരിൽ ഇവരുടെ ആരും ഇതൊട്ട് നോർമൽ ആകുന്നുമില്ല. ഇവരിങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ട് നടക്കും. അതിൻ്റെ ദുരന്തങ്ങൾ കുറേ അനുഭവിക്കും. ഇവിടെ നമ്മൾ തിരുത്തൽ ആവശ്യമായിരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ കാരണങ്ങളെ കണ്ടെത്തി അത് കൃത്യമായി പരിഹരിച്ചാൽ ഉയർന്ന രക്തസമ്മർദ്ദം പരിഹരിക്കാൻ കഴിയും. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ക്യാൻസറും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിലും ഇതുപോലെ ഒരുപാട് പുതിയ അറിവുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻസർ ഉണ്ടാകുന്നത് പോലും കൂടുതൽ പേരിലും പ്രതിരോധശേഷി കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പ്രതിരോധശേഷി കുറയുന്ന ഒരുപാട് പേരിൽ അണുബാധകളിലൂടെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് ക്യാൻസർ രോഗിക്കും ക്യാൻസറിനുള്ള ചികിത്സ കൊടുക്കാം, അതിലൊന്നും വിരോധമില്ല. പക്ഷേ അതോടൊപ്പം ഈ രോഗിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ കൂടെ സ്വീകരിക്കണം. അത് വളരെ നിർബന്ധം. ഈ കോവിഡ് ഇവിടെ ഒരുപാട് പേര് പോസിറ്റീവായ കാലത്ത് നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത്, കോവിഡ് പോസിറ്റീവായവരിലും ഹൃദയാഘാതം ഉണ്ടാകുന്നവരിലും വൈറ്റമിൻ ഡിയുടെ നില വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ബോധവൽക്കരണം നടത്തണം. വൈറ്റമിൻ ഡി ശരീരത്തിലുണ്ടാകാൻ രാവിലെ 9 മണിക്ക് മുമ്പുള്ള വെയിൽ ഒരു അരമണിക്കൂർ കൊള്ളുകയാണ് പ്രധാന ചികിത്സ. നമ്മൾ സൂര്യപ്രകാശത്തെ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുന്നത്. ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ഈ രോഗികളാകുന്നവർ കൂടുന്നത് പോലെ തന്നെ ആശുപത്രികളുടെ എണ്ണം ഒരുപാട് കൂടുതലാകുന്നുണ്ട്. കുറച്ച് മുമ്പ് എനിക്ക് തോന്നുന്നു ഏത് കാലത്താണെന്നറിയില്ല, ഒരു വിദേശത്തുനിന്ന് വന്ന ഒരാൾ പറഞ്ഞത്, അമേരിക്കയിൽ പോലും കേരളത്തെ പോലെ ഇത്രയും ചെറിയൊരു ഭൂപ്രദേശത്ത് കേരളത്തിലുള്ള അത്രയും ആശുപത്രികൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇല്ല, ആശുപത്രികളില്ല എന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ ആശുപത്രികളുടെ എണ്ണം എത്രയോ കൂടിയിട്ടുണ്ട് ഒരുപാട്. അത് ഈ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ആശുപത്രികൾ, ബഹുനില മന്ദിരങ്ങളുള്ള ആശുപത്രികൾ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവിടെ കയറിയാൽ പിന്നെ ഈ കടക്കണിയിലാകാണ് ഒരുപാട് പേര്. രോഗശമനത്തേക്കാൾ കൂടുതൽ ഈ രോഗത്തിൻ്റെ സങ്കീർണതകളിലേക്കാണ് ഒരുപാട് പേർ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനുമായി സംസാരിച്ച ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പിതാവിന് സന്ധികളിൽ വേദനയും നീർക്കെട്ടുമായിട്ടാണ് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പോയത്. അവസാനം രോഗം പുറകോട്ടല്ല, രോഗം മുന്നോട്ടാണ് സഞ്ചരിച്ചത്. അദ്ദേഹം പിന്നെ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥയിൽ വന്നു. മരണം വരെ ഓക്സിജനിൽ വീട്ടിൽ കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു സന്ധിവേദനയും രോഗമായിട്ടാണ് ഈ മനുഷ്യൻ ആശുപത്രിയിൽ പോയത്. പക്ഷേ രോഗശമനത്തേക്കാൾ കൂടുതൽ സംഭവിച്ചത് ദുരിതങ്ങളായിരുന്നു. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ച് രോഗം കുറയുന്നില്ലെങ്കിൽ രോഗവും ചികിത്സയും തമ്മിൽ ശരിയായ രീതിയിൽ യോജിക്കുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിൾ സംഭവമാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഈ രോഗത്തിൻ്റെ കൃത്യമായ രസതന്ത്രം ഇപ്പോൾ പരിശോധന കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അത് ചികിത്സയിലൂടെ കറക്റ്റ് ചെയ്യാനും കഴിയും. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കഥയുള്ളത്, ഈ വൈദ്യശാസ്ത്ര രംഗത്ത് വരുന്ന ഏറ്റവും പുതിയ അറിവുകൾ അത് അവിടെ ഇപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇത് നമ്മൾ വളരെ സുഖമായിട്ട് മാറ്റി. ക്യാൻസറിൻ്റെ കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പം നമ്മളിവിടെ എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്യേണ്ടത് ഈ ജീവിതശൈലി രോഗങ്ങൾ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ജൈത്രയാത്ര നടത്തുക സമൂഹത്തിൽ. ഇതിനെതിരെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് നല്ല ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ജീവിതശൈലി, നല്ല ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ആഹാരശീലം, ശരീരം അനങ്ങാതെയുള്ള ജീവിത രീതി, ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണമായിട്ട് മാറുന്നത്. അതാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, സന്ധിവാത രോഗങ്ങൾ, അതിന് പുറമെ മാനസിക സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മാനസിക രോഗങ്ങൾ, അത് കൂടി വരികയാണ്.
ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശരിയായ രീതിയിലൊരു ബോധവൽക്കരണം നടത്തുകയാണ്. കേരളം മുഴുവൻ സ്കൂളുകളിലാകാം, അംഗൻവാടികളെ കേന്ദ്രീകരിച്ചാകാം, മറ്റേ സന്നദ്ധ സംഘടനകളുടെ പേരിൽ വായനശാലകളിലോ പല സ്ഥലത്തും ആകാം. അതുപോലെ തന്നെ ഹൈസ്കൂൾ തലം മുതൽ പാഠ്യപദ്ധതിയിൽ നല്ല ജീവിതശൈലിയെക്കുറിച്ചുള്ള പാഠങ്ങളുണ്ടാകണം. അപ്പോൾ ഇവർ വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് നല്ല ആരോഗ്യം സൂക്ഷിക്കാൻ ജീവിക്കേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവും. അതിവിടെ രോഗികളുടെ എണ്ണം കുറയാൻ ഒരുപാട് സഹായിക്കും. അത് നമ്മൾ ആ കാര്യത്തിലേക്കൊന്നും അത് ശ്രദ്ധ പോകുന്നില്ല. പിന്നെ ചികിത്സാ രംഗത്ത് ഈ കേട്ടിട്ടുള്ളൊരു കാര്യം, അത്ര കേട്ടതാണ്, എനിക്ക് വസ്തുത അറിയില്ല. ഈ വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ഈ ഒരു നിയമമുണ്ടെന്ന് കേട്ടിട്ടുള്ളത്. അതായത് വൈദ്യശാസ്ത്ര രംഗത്ത് പുറത്തു വരുന്ന ഏറ്റവും പുതിയ അറിവുകൾ അതാത് കാലത്ത് തന്നെ അവിടുത്തെ ഡോക്ടർമാർ പഠിച്ചിരിക്കണം. അതായിരിക്കണം പിന്നീട് അവർ ചികിത്സയിൽ പ്രയോജനപ്പെടുത്തേണ്ടത്. അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനൊരു നിയമമില്ല. മാത്രമല്ല ഏത് ഡോക്ടർക്കും തോന്നുന്നൊക്കെ പറയാം, ആരും ചോദിക്കാനില്ല. മാത്രമല്ല വൈദ്യശാസ്ത്രത്തിൽ യോഗ്യതയും മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനിലൊത്ത് ഒരുപാട് പേര് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, ചികിത്സാ രംഗത്ത്. അപ്പം അങ്ങനെ ചികിത്സിക്കാൻ രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരെ കുറ്റപ്പെടുത്താനൊന്നും പോകണ്ട. അവർ ഈ അറിവ് പുതുക്കുന്ന ഒരു പ്രക്രിയയിൽ അവരുണ്ടായിരിക്കണം. നമ്മൾ ഇന്നത്തെ കാര്യമാണ് രോഗികളോട് സംസാരിക്കേണ്ടത്. ഏതോ നൂറ്റാണ്ടിൽ എഴുതി വെച്ച കാര്യങ്ങളാകരുത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു പുതിയ പഠനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ സംശയം തോന്നും. ആ സംശയം തോന്നുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരുപാട് പുതിയ അറിവുകളിലെത്താം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. അവിടെ വലിയ തുക ശമ്പളം വാങ്ങി ജീവിക്കുന്ന, ജോലി ചെയ്യുന്ന കുറേ റിസർച്ച് ഓഫീസർമാരുണ്ടെന്നല്ലാതെ പുതിയ അറിവുകളൊന്നും പുറത്തു വരാറില്ല. അത് വളരെ ദയനീയമായൊരു കാര്യം. കാരണം ഈ പൊതുജനത്തിൻ്റെ നികുതിപ്പണമാണ് ഇതിനൊക്കെ ചിലവഴിക്കുന്നത്. ഈ വർഷത്തെ ആയുഷിൻ്റെ ബഡ്ജറ്റ് 4000 കോടിയിലധികമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ സർക്കാരുകൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഇത്തരം കാര്യങ്ങളിലൂടെ ശ്രദ്ധ വേണം. വികസനമെന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിലാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. അതിനൊരു കാരണം പറയാനുള്ളത്, ഈ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശം, മൗലിക അവകാശം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശമാണ്. ഈ അവകാശം സ്വന്തമാക്കണമെങ്കിൽ, സ്വന്തമായി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ആരോഗ്യം നല്ല നിലയിലായിരിക്കണം. അതാണ് പറയാനുള്ളത്.